ഇന്നത്തെ ഈ മഹനീയ സന്ദർഭത്തിൽ നമുക്ക് ഇവിടെ ഒത്തുകൂടുവാൻ ഭാഗ്യം ലഭിച്ചതിൽ പരമകാരുണികനായ ഈശ്വരനോട് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഈശ്വരേച്ഛയില്ലാതെ ഒന്നും തന്നെ നടക്കില്ല എന്ന് രാമായണം വായിക്കുന്ന ഓരോരുത്തർക്കും അറിവുള്ള കാര്യമാണ്. ഇതൊന്നും നമ്മുടെ സങ്കല്പത്തിന് വിധേയമായിട്ടല്ല നടക്കുന്നത്, അതെല്ലാം ഈശ്വരേച്ഛ തന്നെയാണ്. ഇന്ന് രാമകഥയുടെ രാമായണത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് രാമായണ കഥ നമുക്ക് വാൽമീകി മഹർഷി തന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം മാത്രമാണ് നടത്തുന്നത്. നമുക്കറിയാം, പവിത്രമായ മാധുര്യത്തിൻ്റെ പ്രവാഹമാണ് രാമകഥ എന്നുള്ളത്. പവിത്രമായ മാധുര്യത്തിൻ്റെ പ്രവാഹമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായവ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങളായി രാമായണത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രാമായണത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് നമ്മൾ ഓർക്കണം. രാമായണം സത്യമാണെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണത്. ത്രേതായുഗത്തിലാണ് രാമൻ ജീവിച്ചിരുന്നത്, അല്ലേ? ചതുർയുഗങ്ങളാണ്. ആ ചതുർയുഗങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, യുഗങ്ങൾ 4. ഏതൊക്കെയാ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ സത്യയുഗത്തിൻ്റെയൊക്കെ തന്നെ കാലഗണന മഹാഭാരതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, 8-ാം സ്കന്ധത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറയുന്നതൊന്നുമല്ല. അപ്പോൾ സത്യയുഗത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 17,28,000 വർഷമാണ് സത്യയുഗം. അത് കഴിഞ്ഞാണ് ത്രേതായുഗത്തിലേക്ക് വരുന്നത്. ആ ത്രേതായുഗം എന്ന് പറയുന്നത് 12,96,000 വർഷമാണ്. എന്തിനാ ഇത് ഞാൻ പറയുന്നത് എന്നതിൻ്റെ പുറകെ മനസ്സിലാവും. ഇനി ദ്വാപരയുഗം എന്ന് പറയുന്നതോ 8,64,000 വർഷമാണ്. കലിയുഗമോ 4,32,000 വർഷമാണ്. അപ്പം നമ്മൾ ഇന്ന് രാമകഥ ശ്രവിക്കുമ്പോൾ ഈ രാമകഥയുടെ ഉത്ഭവം ത്രേതായുഗത്തിലാണ്, അല്ലേ? അപ്പോൾ എത്രയായിരം വർഷം അവിടെ തന്നെ പിന്നിട്ടു. അവിടെ തന്നെ 12,96,000 വർഷം അവിടെ പിന്നിട്ടു. അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് നമ്മൾ കടന്നു. അവിടെ നമ്മൾ 8,64,000 വർഷം പിന്നിട്ടു. അത് കഴിഞ്ഞ് കലിയുഗം ഇപ്പം തുടങ്ങിയിട്ട് 5,000-ൽ വർഷങ്ങളായി. ചുരുക്കത്തിൽ ഇത് ഇത്രയൊന്ന് കണക്ക് കൂട്ടിയെടുത്താൽ 21,65,000 വർഷങ്ങളായി രാമകഥ ജനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര? 21,65,000 വർഷങ്ങളായി ഈ രാമകഥ ഈ ഭൂമുഖത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ സത്യത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. ആ സത്യത്തെ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇതൊരു മിത്തല്ല, ഒരു സാങ്കല്പിക കഥയൊന്നുമല്ല. സാങ്കല്പിക കഥയാണെങ്കിൽ എന്നെ മണ്ണടിഞ്ഞു പോയേനെ. അപ്പോൾ ഇതൊരു സാങ്കല്പിക കഥയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ രാമായണത്തെ സമീപിക്കുവാനെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ രാമായണം വായിക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ദുഃഖിതർക്ക് ആശ്വാസം പകരുവാൻ രാമകഥ ഉപകരിക്കും, അല്ലേ? നിശ്ചയമായിട്ടും ഉപകരിക്കും. നമ്മുടെ പാപങ്ങളെയെല്ലാം സംഹരിച്ച് മോക്ഷഗതിയിലേക്ക് പോകുവാൻ നമുക്ക് ഇതുവഴി സാധിക്കും. അതുപോലെ തന്നെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടുവാനുള്ള വഴി ഇതിലൂടെ തുറന്നു കിട്ടും. അപ്പം രാമായണത്തിൽ നമുക്കാവശ്യമായിട്ടുള്ളതെല്ലാം ഉണ്ട്. അത് മനസ്സിലാക്കി അതിനെ പ്രാണവായുവായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാമനെ നമ്മൾ അറിയാതെ പോകുന്നത് ശരിയാണോ? ആണോ? അല്ല. അപ്പോൾ അത് ഒരു ശകലം കൂടെ 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ രാമൻ്റെ വലിപ്പം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദൈവസങ്കല്പത്തിൻ്റെ വലിപ്പം, യുഗാദിയായ
അനാദിയായ ഈശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കതിൻ്റെ വ്യാപ്തി അറിഞ്ഞുകൂടാ, കാരണം അതിനുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ കഴിവുള്ളവർ തന്നെ വളരെ കുറച്ച് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നമുക്കിപ്പോൾ ഒരു ചെറിയ സംഖ്യയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ചതുർയുഗങ്ങൾ. ആ ചതുർയുഗങ്ങൾ എന്ന് പറയുന്ന ആകെ എന്ന് പറയുന്ന അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 43,20,000 വർഷമാണ് വർഷമാണ് ആ ചതുർയുഗങ്ങൾ അത്രയാണെങ്കിൽ 1000 ഇത്തരത്തിലുള്ള ഈ ഈ 43,20,000 മഹായുഗം, ഒരു ചതുർയുഗത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 71 മഹായുഗങ്ങൾ ചേരുമ്പോഴാണ് ഒരു മന്വന്തരം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ഇത് പറയുന്നത് ഇപ്പം മനസ്സിലാവും. 71 മഹായുഗങ്ങൾ ചേരുന്നതാണ് മന്വന്തരം. അങ്ങനെ 100 മഹായുഗങ്ങൾ ചേരുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടോ? ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള 1000 മഹായുഗങ്ങൾ ചേരുന്നതാണ്. എന്ന് പറഞ്ഞാൽ 432 കോടി ദിവസമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര? 432 കോടി വർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. നമ്മുടെ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു പകല് 432 കോടി വർഷമാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസോ ഇങ്ങനെയുള്ള 100 വർഷം ചേരുന്നതാണ്. ഇങ്ങനെയുള്ള 100 വർഷം എന്ന് പറഞ്ഞാൽ 1,57,60,000. 1,57,60,000 കോടി വർഷമാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയസ്. വല്ല ഊഹമുണ്ടോ? അപ്പൊ ഈ ബ്രഹ്മദേവന്റെ ഈ ആയസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണു ഇങ്ങനൊന്ന് കണ്ണടയ്ക്കുന്ന സമയമുള്ളൂ. ഇങ്ങനൊന്ന് കണ്ണ് ചിമ്മുന്ന സമയം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ എടുക്കുന്നതാണ് ഭഗവാന്റെ ബ്രഹ്മദേവന്റെ ആയസ് ഭഗവാന്റെ മുന്നിൽ. അങ്ങനെയുള്ള ഭഗവാനെ അറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ ഭഗവാൻ അനാദിയാണ്, യുഗാദിയാണെന്ന് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? അപ്പൊ ആ ഭഗവാനെ നമുക്കറിയാൻ അതീവ ദുഷ്കരമാണ്, പ്രയാസമാണ്. ക്ലേശങ്ങൾ സഹിച്ച് മാത്രമേ പറ്റുള്ളൂ. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ നേടാനും സാധിക്കുള്ളൂ. അതിലൊക്കെ പിന്നെ നമുക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാമൻ എന്ന് പറയുന്നത്, രാമൻ്റെ കഥയെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കഥയല്ല. നമ്മുടെ രാമായണത്തിൽ രാമൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ മാത്രമേ കാണുന്നുള്ളൂ. അതൊരു വ്യക്തിയുടെ കഥയല്ല, പ്രപഞ്ചത്തിൻ്റെ കഥയാണ്. കാര്യം എന്താ? പ്രപഞ്ച സൃഷ്ടാവാടിയ ലീലയാണ് രാമായണത്തിലൂടെ നമ്മൾ ശ്രവിക്കുന്നത്. അപ്പൊ ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ലീല ശ്രവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രപഞ്ചത്തിൻ്റെ കഥയാണ്, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കഥയാണ്. കേവലം അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിൻ്റെ ഒരു പുത്രൻ എന്നുള്ള നിലയിലല്ല അതിനെ കാണേണ്ടത്. അപ്പൊ പ്രപഞ്ച സൃഷ്ടാവായ സർവേശ്വരൻ്റെ കഥയാണ്, ആ ആടിയ ലീലകളാണ് നമ്മൾ ശ്രവിക്കുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത് എന്നുള്ള ഉറച്ച ഒരു തീരുമാനവും ശ്രദ്ധയും അതിൽ അനിവാര്യമായിരിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രപഞ്ചത്തിൻ്റെ കഥയാണ് രാമായണം. അപ്പൊ എല്ലാ ഭൂതങ്ങളിലുമുള്ള പ്രാപഞ്ചിക തത്വത്തിൻ്റെ മൂർത്തീകരണമാണ് രാമൻ. എല്ലാത്തിൻ്റെയും മൂർത്തീകരണമാണ് രാമൻ. അബോഡിമെന്റ് ഓഫ് നോളജാണ്. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് രാമൻ. അങ്ങനെയുള്ള രാമനെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അവിടുന്ന് എല്ലാറ്റിലുമുണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടാവാണെങ്കിൽ ഈശ്വരൻ എല്ലാറ്റിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഈശ്വരൻ സർവവ്യാപിയാണ്, സർവാന്തര്യാമിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരൻ സർവവ്യാപിയാണ്, എല്ലാറ്റിലുമുണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ട്. പ്രഹ്ലാദൻ പറഞ്ഞില്ലേ, കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? വാലെടുത്ത് വെട്ടിയില്ലേ ഹിരണ്യകശിപു? ദാ കിടക്കുന്ന നരസിംഹമായിട്ട് വന്നു ഇല്ലേ? അതൊക്കെ നമ്മളെ എന്തിനാ പഠിപ്പിച്ചത്? ഈശ്വരൻ
എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചോദനയാണ് എന്നാണ് പഠിപ്പിച്ചത്. നമ്മൾ കഥ കേൾക്കുമ്പോൾ ആ കഥയിൽ ആകർഷരാകുന്നു, പക്ഷെ ആ കഥയുടെ പിന്നിലിരിക്കുന്ന തത്വത്തെ ഗ്രഹിക്കാൻ നമ്മൾ തയ്യാറില്ല. ഉദാഹരണത്തിന് ഇപ്പം ചക്കയുടെ സീസൺ ആയിരുന്നു കുറച്ച് സമയത്തിന് മുമ്പ് അല്ലേ? അവിടെ പോയി നമ്മൾ 10 കിലോ ഉള്ളൊരു ചക്ക വാങ്ങിച്ച്, 500 രൂപ കൊടുത്ത് 10 കിലോ ഉള്ളൊരു ചക്ക വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ഈ ചക്ക നമ്മൾ എന്താ ചെയ്യുക? ഒന്നിച്ചങ്ങ് ആഹരിക്കുകയാണോ? അതോ ചക്ക വെട്ടിപ്പൊളച്ച് അതിൻ്റെ ചുള മാത്രമാണ് എടുക്കുന്നത്? ചുള മാത്രമേ എടുക്കത്തുള്ളൂ, ബാക്കിയുള്ളതെല്ലാം വേസ്റ്റായിട്ട് കളയും. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് മറ്റേതെല്ലാം തിന്നാമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ചിന്തിക്കത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ കാമ്പ് മാത്രമാണ്, അതിൻ്റെ കഴിക്കേണ്ട ഭാഗം മാത്രമേ കഴിച്ചു. ഇത്രയും മതി. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പൊടിപ്പും തൊങ്കിലും വെച്ച് ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസൃതമായിട്ട് ഒരുപാട് കഥകൾ രചിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ കഥകളുടെ പുറകെ പോകാതെ ആ കഥകളുടെ പിന്നിലുള്ള സത്യം, ആ തത്വം, അത് മാത്രം ഗ്രഹിച്ചാൽ മതി. മറ്റൊന്നിൻ്റെയും പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. കഥകളുടെ പുറകെ പോകുന്നത് കൊണ്ടാണ് രാമൻ ഈശ്വരനാണോ? അങ്ങനെയാണെങ്കിൽ രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയത് എന്തുകൊണ്ട്? അങ്ങനെ എന്നപ്പോൾ അദ്ദേഹം വിലപിച്ചത് എന്തുകൊണ്ട്? രാമൻ മാംസബുക്കായിരുന്നോ സസ്യബുക്കായിരുന്നോ? ചർച്ചാ വിഷയമാണ്. ഇതിൻ്റെ വല്ല ആവശ്യം നമുക്കുണ്ടോ? ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ആ സത്ത മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സ്വാമി എല്ലായിടത്തുമുണ്ട്, രാമൻ എല്ലായിടത്തുമുണ്ട്, എല്ലാറ്റിനും വേണ്ടിയുള്ളതാണ്. മറ്റൊരു തത്വമായി പറഞ്ഞത് എല്ലാറ്റിനും വേണ്ടിയുള്ളതാണ്. എല്ലാറ്റിനും വേണ്ടിയുള്ളതാന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. സൂര്യൻ പ്രകാശിക്കുന്നത്, ചന്ദ്രൻ ശീതളിമ ഒഴിക്കുന്നത്, നദി ഒഴുകുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, മന്ദമാരുതൻ വീശുന്നത്, ഇതെല്ലാം ഈശ്വരൻ്റെ ചൈതന്യം കൊണ്ടാണ്, ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. എല്ലാറ്റിനും വേണ്ടിയാണ് ഭഗവാൻ. അപ്പം ഭഗവാൻ എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാറ്റിനും വേണ്ടിയാണ്, എല്ലാവരിലുമുണ്ട് എന്നുള്ള സത്യം, എല്ലാത്തിലും ഉണ്ടെന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത്? നമ്മൾ സ്വയം ആത്മപരിശോധനയാണ് നമ്മളെല്ലാം നടത്തേണ്ടത്. ഞാനും നിങ്ങളും എല്ലാം നടത്തേണ്ടത് അങ്ങനെയാണ്. ഞാനിങ്ങനാണോ? അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് ചെയ്യണം. നമ്മൾ തന്നെ കറക്റ്റ് ചെയ്താൽ മതി. ആവുന്നത്ര നമ്മൾ കറക്ഷന് വേണ്ടി പോകണം. നമ്മൾ ഒരുപാട് ദൗർബല്യങ്ങളുള്ള മനുഷ്യരാണ് അല്ലേ? ദൗർബല്യം ഇല്ലാത്തവരില്ല. പക്ഷേ ആ ദൗർബല്യങ്ങളെ പതുക്കെ വാഷ് ഔട്ട് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഔന്നത്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് രാമൻ എല്ലാത്തിനും വേണ്ടിയുള്ളതാണ്, പഞ്ചഭൂതങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. പഞ്ചഭൂതങ്ങൾക്ക് ഊർജം കൊടുക്കുന്ന ഭഗവാനില്ലെങ്കിൽ പിന്നെ പഞ്ചഭൂതങ്ങളുമില്ല ഇല്ലേ? അപ്പോൾ ഇത് നമ്മൾ സത്യം മനസ്സിലാക്കണം. പിന്നെയോ രാമൻ എല്ലാ കാലത്തും ഉള്ളതാണ്. ത്രേതായുഗത്തിൽ മാത്രമല്ല രാമൻ, അനാദിയാണ്, യുഗാദിയാണ് രാമൻ എന്നും ഉണ്ടായിരുന്നു, ഇനി ഉണ്ടായിരിക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഭൂതഭാവി വർത്തമാനമൊന്നും ഇവിടെ വിഷയമല്ല. അപ്പം വർത്തമാനത്തിലും ഭൂതത്തിലുമെല്ലാം ഭൂതകാലത്തിലെ പ്രത്യേകകാലത്തെ സംബന്ധിച്ചിട്ടുള്ളതല്ല ഭഗവാന്റെ ജീവിതചര്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കാലത്തുമുള്ളതാണ്, എല്ലാ സ്ഥലത്തുമുള്ളതാണ്. ഭഗവാന്റെ ഫോട്ടോ മൂടി വെച്ചത് കൊണ്ട് ഭഗവാൻ ഇല്ലാതെ പോകുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ ഒരു കർട്ടൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ഭഗവാൻ കാണുന്നില്ലെന്നുണ്ടോ? ഇല്ല. അപ്പം ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അവിടുന്ന് എല്ലാറ്റിലുമുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. അപ്പം നമ്മൾ പരദ്രോഹം ഒരിക്കലും ചെയ്യാൻ പാടില്ല. പരദ്രോഹം ഹിംസയാണ്, തെറ്റായ ചിന്ത ഹിംസയാണ്, പ്രേരണ ഹിംസയാണ് എന്നുള്ള പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഭഗവാൻ എല്ലാറ്റിലുമുണ്ട്. അതുകൊണ്ടാണ് ഗുരുദേവൻ പാടിയത്, ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമേയ് വിട്ടകലാത്ത ചിന്തയും. കരുണാകര നൽക് ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ എന്ത് നൽകണം? തിരുമേയ് വിട്ടകലാത്ത ചിന്തയും. ഒരു പീഡ എറുമ്പിനും പോലെ വരാതെ നമ്മൾ സൂക്ഷിക്കണം. കാര്യം എന്താ? എല്ലാത്തിലും കുടികൊള്ളുന്ന ആ ചൈതന്യം ഒന്നു തന്നെയാണ്. നമ്മളിലും എറുമ്പിലും ഈ കാണുന്ന സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണെന്ന് കണ്ടാൽ നമുക്കതിനെ നിന്ദിക്കാൻ പറ്റുമോ? അനാദരിക്കാൻ പറ്റുമോ? ദ്രോഹിക്കാൻ പറ്റുമോ? പറ്റില്ല.
അപ്പം ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രയോ പ്രാവശ്യം രാമായണം വായിച്ചു, എത്രയോ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയി. നമ്മൾക്ക് എന്തു മാറ്റമുണ്ടായി? അപ്പം നമ്മുടെ മാറ്റം നമ്മൾ തന്നെ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുഴപ്പമില്ല, അതിനൊക്കെ വേറെ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ വേറെ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ കാര്യമാണ്, ഇപ്പോൾ ഇതുവരെ വലിയൊരു കാര്യമാണ് ഏതാനും വാക്കുകളിലൂടെ മാത്രം പറഞ്ഞത്. അപ്പോൾ രാമായണ കഥയെന്ന് പറയുന്നത് ഭൂതകാലത്തിലെ ഒരു പ്രത്യേക കാലത്തെ ഒരു പ്രത്യേക ദേശത്തെ സംബന്ധിച്ചുള്ളതല്ല, ഇത് എന്നത്തേക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അനന്തഭാവി വർത്തമാനം ഇവയെ സംബന്ധിച്ചുള്ളതാണ് രാമായണം. ഇനി ഈ ലോകം, അങ്ങുമ്പോ കഥ പറഞ്ഞു ഓർക്കുന്നു, ഒരു ബ്രഹ്മവർഷത്തിൻ്റെ കഥ പറഞ്ഞു ഓർക്കുന്നു. ആ ബ്രഹ്മാവ് മരിച്ചു പോയാലും, ആ ബ്രഹ്മവർഷം തീർന്നാലും രാമകഥ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. രാമൻ്റെ കഥയ്ക്ക് നാശമില്ല, അത് അനാദിയാണ്, യുഗാദിയാണ്. ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സത്ത. ഇനി രാമകഥ എന്ന് പറയുന്നത് വേദങ്ങളുടെ സാരമാണ്. എന്താണ് വേദം? അറിവ് എന്നർത്ഥം. എന്തിനാണ് വേദം നമുക്ക് പകർന്നു തന്നത്? ഈശ്വരൻ മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ ജന്തുക്കളും പ്രകൃതി പറയുന്നത് പോലെ ജീവിക്കുന്നത് അല്ലേ? ഒരു സിംഹം വേട്ടയാടി പിടിക്കുന്ന മൃഗത്തെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത മൃഗത്തിന് നേരെ അവൻ്റെ കണ്ണ് പോകത്തില്ല. വിശപ്പെല്ലാം തീർന്നു കഴിയുമ്പോഴായിരിക്കും ആശാൻ പതുക്കെ ഒന്ന് നോക്കുന്നത്. കിട്ടുന്നതിനെ അത് പിടിച്ച് ശാപ്പിടും, മാറിക്കിടക്കും. മനുഷ്യനാണെങ്കിലോ, നമ്മളിപ്പം മുണ്ടിയെ വെടിവെക്കാൻ ഒരു തോക്കുമായിട്ട് പോയി, നമുക്ക് കറി വെക്കാൻ ഒരു മുണ്ടി മതി, അല്ലെങ്കിൽ 2 മുണ്ടി മതി. നമ്മൾ ചെയ്യുന്നത് എന്താ? അവിടെ കാണുന്ന 100 മുണ്ടിയെയും പക്ഷിയെയും വെടിവെക്കും, എന്നിട്ട് ഫ്രീസറിൽ കൊണ്ടുവെക്കും. ഇതാണ് മനുഷ്യൻ്റെ ത്വരയെന്ന് പറയുന്നത്. അപ്പൊ അവൻ വേണ്ടാത്തതും വേണ്ടതും എല്ലാം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചു, ഇവൻ ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. ഇവന് മരങ്ങളെ നോക്കൂ, അതിന് കാലയളവുണ്ട് അല്ലേ? അത് പൂക്കേണ്ട സമയത്തേ പൂക്കത്തുള്ളൂ, കായ്ക്കേണ്ട സമയത്തേ കായ്ക്കത്തുള്ളൂ. നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ സമയമല്ലാതെ പൂക്കുവോ? അതിൻ്റെ ആ പൂവിൻ്റെ ആ ഒരു ചെടിയിലുണ്ടാകുന്ന പൂവ് വ്യത്യസ്തമായിട്ട് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുവോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ കാലഗണന അനുസരിച്ച്, കാലക്രമം അനുസരിച്ച് അത് പ്രകൃതിയോടൊപ്പമാണ് ജീവിക്കുന്നത്. പ്രകൃതി പറയുന്നത് പോലെ മാത്രമേ അവ ചെയ്യൂ. അപ്പം നമ്മളാണെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള വഴിയെ ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് വേദത്തിലൂടെ, നമ്മുടെ മാനിഫെസ്റ്റോയാണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില്ലേ, അപ്പോൾ ആ ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും എങ്ങനെയാണ് നിയമം അനുസരിക്കേണ്ടത്. അതിന് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടത്തില്ലേ? അപ്പോൾ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറച്ചൊക്കെ മാന്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതേപോലെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഭഗവാൻ തന്നെ ഓതിക്കൊടുത്തതാണ് വേദം. അതാണ് അറിവ് എന്ന് പറയുന്നത്. ആ വേദതത്വങ്ങളെ നമുക്ക് പഠിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. 1000 വർഷം തപസ്സിരുന്നാലും വേദതത്വങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള വേദത്തെ സാധാരണക്കാരായ നമ്മൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നമുക്ക് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് സമ്മാനിച്ചു. അപ്പൊ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോ രാമനാമം വേദങ്ങളുടെ സാരമാണ്. രാമായണം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഇപ്പം മാഡം ഇവിടെ പറഞ്ഞു, രാമൻ്റെ ക്വാളിറ്റി പറഞ്ഞു ഇല്ലേ? രാമൻ സത്യധർമാദികളുടെ കേന്ദ്ര ബിന്ദുവാണ്, ഒരിക്കലും സത്യലംഘനം നടത്തിയിട്ടില്ല. അപ്പൊ രാമകഥയിലൂടെ സത്യധർമാദികൾ മനുഷ്യരാശി പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകതയാണ് വാൽമീകി മഹർഷി രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം. അപ്പോൾ ഇതിനെ നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റുവാൻ വേണ്ടി കഥകളിലൂടെ നമുക്ക് മഹർഷി വേദതത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത്. നമ്മൾ കഥയുടെ പുറകെ പോകാതെ ആ തത്വങ്ങളിൽ മനസ്സർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ രാമകഥ എന്ന് രാമായണം എന്ന് പറയുന്നത് വേദമാണ്.
ആ വേദതത്വങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനെ ലംഘിക്കുവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. ഭൂമിയിലുള്ള ജലത്തിനെല്ലാം ആധാരം എന്താണ്? കടലാണ്. കടലില്ലെങ്കിൽ ജലമുണ്ടോ? ജലമില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ചന്ദ്രന് നമ്മൾ പോയി താമസിക്കാത്തതിൻ്റെ കാര്യം എന്താ? ജലമില്ലാത്തത് കൊണ്ട് അല്ലേ? അപ്പം മറ്റു ഗ്രഹങ്ങളിലേക്ക് നമ്മളല്ലെങ്കിൽ എന്നേ പോയേനെ. അവിടെ ജലമില്ല. അപ്പം ജലമില്ലാതെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്, ഭൂമിയിൽ ജലത്തിന് ആധാരമായിട്ടുള്ളത് കടലെന്ന പോലെ. മനസ്സിലായോ? എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമാരാണ്? രാമനാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാത്തിൻ്റെയും ജീവനാഡി എന്ന് പറയുന്നത് എല്ലാ ജീവികളും രാമനിൽ നിന്നുത്ഭവിച്ചതാണ്. അവിടെ ഒരു തത്വം പറഞ്ഞിരിപ്പുണ്ട്. എല്ലാ ജീവികളും രാമനിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിൽ എന്തുവാ തത്വം? നമ്മളെല്ലാം ആരാണ്? രാമന്റെ സ്വരൂപങ്ങളാണ് അല്ലേ? അങ്ങനല്ലേ? അപ്പം നമ്മളും രാമന്റെ സ്വരൂപങ്ങളാണ്. നമ്മളും ഈശ്വരനാണ്. പക്ഷെ ഈശ്വരനാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതാണ് അതിൻ്റെ വസ്തുതയെന്ന്. അപ്പം നമ്മളും ഈശ്വര സ്വരൂപങ്ങളാണ്. നമ്മുടെ ശക്തി വിശേഷത്തെ നമ്മൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. നമ്മളും ഈശ്വരൻ തന്നെയാണ്. കാരണം എല്ലാം രാമൻ്റെ സൃഷ്ടിയാണെന്നുള്ളത് കൊണ്ട്, എല്ലാം രാമനിൽ നിന്ന് ഉത്ഭവിച്ചതായതുകൊണ്ട്. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, നമുക്ക് 33 കോടി ദേവതകളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? നമ്മളെന്താ അങ്ങനെ ആരാധിക്കുന്നത്? എല്ലാത്തിലും ഈശ്വരനെ നമ്മൾ കാണുന്നുകൊണ്ടാ. പാമ്പിനെ ഈശ്വരനെ കാണുന്നു, തൊഴുന്നു അല്ലേ? പട്ടിയിൽ ഈശ്വരനെ കാണുന്നു, തൊഴുന്നു. പട്ടി ആരാധിക്കുന്നില്ലേ? പൂച്ചയെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, പൂച്ചയെ തൊഴുന്നു. എല്ലാ ജന്തുജാലങ്ങളെയും നമ്മൾ വണങ്ങുന്നു. അതിൻ്റെ കാരണം എന്താ? എല്ലാത്തിലും കുടികൊള്ളുന്ന ഈശ്വര തത്വം ഒന്നു തന്നെയാണ്. അതിൽ വിളങ്ങുന്ന ഈശ്വര ചൈതന്യവും എന്നിൽ വിളങ്ങുന്ന ഈശ്വര ചൈതന്യവും ഒന്നാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും ആരാധിക്കുന്നത്. ഇതിലും മഹത്തായ എന്ത് ആദർശമാണുള്ളത്? എന്നെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചേട്ടനെ കാണുമ്പോൾ നമസ്തേ സൈറാം എന്ന് പറയുന്നു. ഞാൻ ആരെയാ വണങ്ങിയത്? 5.5 അടി ഉയരമുള്ള ശരീരത്തെ അല്ല, പിന്നെ ആരെയാണ്? അതിനുള്ളിലുള്ള ആത്മസ്വരൂപത്തെയാണ്, ആ ചൈതന്യത്തെയാണ്, ആ ചോദനയാണ് ഞാൻ വണങ്ങിയത്. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോഴേ നമുക്ക് ഭയഭക്തിയോടുകൂടി ഒരാളെ നമസ്കരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഭൂമിയിൽ ജലത്തിനെല്ലാത്തിനും ഉടയാൻ കടലാണെന്ന പോലെ എല്ലാ സൃഷ്ടിയുടെയും ഉൽപ്പത്തി രാമനിൽ നിന്നാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രാമനില്ലാതെ ഒരു ജീവരാശിക്കും നിലനിൽപ്പില്ല. രാമനില്ലാതെ ഒരു ജീവരാശിക്കും നിലനിൽപ്പില്ല. നമ്മളിൽ ഈ ചൈതന്യം ഉള്ളതിൻ്റെ കാരണം എന്താ? ഈ എനർജി ഈശ്വരൻ്റെ, നമ്മുടെ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മുടെ എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്രോതസ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ശിവമായി നിൽക്കുന്നത്, ചൈതന്യവത്തായി നിൽക്കുന്നത്. ഇതെന്ന് പോയാലോ ശവമായി. പിന്നെ നമ്മളെ ആരെങ്കിലും അടുത്ത് വിളിക്കുമോ? തൊടാൻ അറപ്പുള്ള ഒരു വസ്തുവായിട്ട് മാറി. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചൈതന്യം ഉള്ളിൽ നിൽക്കുന്നിടത്തോളം മാത്രമേ നമ്മൾ ശിവമായിരിക്കുകയുള്ളൂ. ഇതെല്ലാ ജീവജാലങ്ങളുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ്. അത് ശിവമായിരിക്കുമ്പോൾ മാത്രമേ നമുക്കതിനോട് സംഘം ചേരാൻ പറ്റുള്ളൂ. ശവമായിരിക്കുമ്പോൾ സംഘം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാത്തിലും കുടികൊള്ളുന്ന ആ ചൈതന്യം, ആ പരമാത്മ ചൈതന്യം ഒന്നു തന്നെയാണ്, അതിന് വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ ദ്വൈതഭാവത്തിൽ നിന്ന് അദ്വൈതഭാവത്തിലേക്ക് വരും, ഏകത്വ ബോധത്തിലേക്ക് വരും. ഞാനും ഈശ്വരനും ഒന്നാണെന്നുള്ള ബോധം എപ്പോഴാണ് നമ്മളിൽ ഉറയ്ക്കുന്നത്? ആ സമയത്ത് സർവ്വജീവരാശികളെയും ഒന്നായി കാണുവാനുള്ള മനസ്സ് നമുക്കവിടെ ഉണ്ടായി. രണ്ടെന്നുള്ള ഭാവമില്ല. ഉദാഹരണത്തിന് നമ്മൾ ഈ കാട്ടിലൊക്കെ പോയി നമ്മുടെ സന്യാസി വര്യന്മാരൊക്കെ തപസ്സനുഷ്ഠിച്ച കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. അവരെ ആരെയെങ്കിലും പുലി പിടിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ആന ഓടിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ?
ഇല്ല. എന്താ കാരണം? എന്താ കാരണം? വളരെ സിമ്പിളല്ലേ. ഏകത്വബോധം അവർക്കുള്ളത്. അതുകൊണ്ട് ഒരു പുലിയും ഒരു വന്യജീവിയും ആരെ ആക്രമിക്കില്ല? അവരെ ആക്രമിക്കില്ല. കാരണം ഞാനും ആ കാണുന്ന ജീവിയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. എനിക്ക് ഭയമില്ലാത്തത് കൊണ്ട് എനിക്ക് അവരെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയുമില്ല. ആ ചിന്തയില്ലാത്തത് കൊണ്ട് അതുങ്ങളും നമ്മളെ എന്ത് ചെയ്യുന്നു? അതേപോലെ സ്വീകരിക്കുന്നു. ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിലുള്ള ഭയമാണ് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള കാരണമായി വരുന്നത്, ഇല്ലേ? ഇപ്പോൾ പാകിസ്ഥാൻകാരെ നമ്മൾ ഭയക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ കൊണ്ടുവന്ന് ബുൾഡോസറും മറ്റു കാര്യങ്ങളുമൊക്കെ നിരത്തി വെച്ച് ബോംബും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഭയമില്ലെങ്കിലോ ഒരാവശ്യമില്ല. അപ്പം ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് രാമനില്ലാതെ ഒരു ജീവരാശിക്കും നിലനിൽപ്പില്ല. രാമനാണ് എല്ലാത്തിനും ചോദനയും നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പ്രചേതസിൻ്റെ പുത്രനും രാമായണ കാവ്യത്തിൻ്റെ കർത്താവുമായ വാൽമീകി. വാൽമീകി ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യം അതെല്ലാവർക്കും അറിയാം. പ്രചേതസിൻ്റെ പുത്രനും പുത്രനായിരുന്ന വാൽമീകി മഹർഷി രാമായണത്തെ പല കാണ്ഡങ്ങളായി വിഭജിച്ചിട്ടാണ് നമുക്ക് തന്നത്. പല കാണ്ഡങ്ങളായിട്ട്, അല്ലേ? ബാലകാന്ഡം കേട്ടില്ലേ? അയോധ്യാകാന്ഡം, അങ്ങനെയല്ലേ? ഓരോ കാണ്ഡങ്ങളായി വെച്ച്. അപ്പോൾ ഈ കാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? കാണ്ഡം എന്ന് പറഞ്ഞ അർത്ഥം, സാമാന്യ അർത്ഥം വെള്ളം, ഒരു ജലവിഭാഗം എന്നർത്ഥമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കാം മുനി നമ്മുടെ മഹർഷി വാൽമീകി മഹർഷി അങ്ങനെ കാണ്ഡമായി വിഭജിച്ചത്? എപ്പോഴും സ്മരിക്കാൻ വേണ്ടി ആയിരിക്കണമെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ട്? ഈശ്വരൻ എവിടാ പള്ളി കൊള്ളുന്നത്? ഭഗവാൻ നാരായണൻ്റെ വാസസ്ഥാനം ഏതാ? സമുദ്രത്തിലാണ്, അല്ലേ? പാൽക്കടലിലാണ് പള്ളി കൊള്ളുന്നത്, അല്ലേ? അപ്പോൾ അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? ജലവിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, കടലിനെയാണ് സൂചിപ്പിക്കുന്നത്, സമുദ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാകാം ആ ഓർമ്മ നമ്മളിൽ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി ആയിരിക്കാം ബാലകാന്ഡം, അയോധ്യാകാന്ഡം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാണ്ഡങ്ങളായിട്ട് വിഭജിച്ചത്. മറ്റൊരർത്ഥം കൂടെ ഉണ്ട് കാണ്ഡത്തിന്. കരിമ്പിൻ്റെ പ്രത്യേകത എന്താ? മധുരമാണ്, അല്ലേ? ആ മധുരം എന്ന് പറയുമ്പോൾ, കരിമ്പിൻ്റെ മധുരം എന്ന് പറയുന്നത് എന്താണ്? അടി തൊട്ട് മുടി വരെ മധുരമാണ്. അത് വളഞ്ഞിരുന്നാലും തിരിഞ്ഞിരുന്നാലും വണ്ണമുള്ളതായാലും കനം കുറഞ്ഞിരുന്നാലും മധുരം എല്ലായിടത്തും ഒരുപോലെയുള്ളൂ, ഇല്ലേ? അതേപോലെ മധുരതരമാണ് രാമായണം എന്നും നമുക്കതിനെ വിവക്ഷിക്കാം. അതുകൊണ്ടായിരിക്കാം മുനി അങ്ങനെ കാണ്ഡമായിട്ട് ഇതിനെ വിഭജിച്ചത്. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? രാമനാര? അയോധ്യാധിപതിയുടെ പുത്രനാണ് ഭൗതികമായി പറഞ്ഞാൽ. പക്ഷെ രാമൻ യഥാർത്ഥത്തിൽ ആരാ? നമ്മൾ അങ്ങനല്ലേ കാണേണ്ടത്? യഥാർത്ഥത്തിൽ ആരാ? അവതാരമാണ്. രാമൻ അവതാര പുരുഷനാണ്. അവതാരം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന അർത്ഥമുള്ളൂ. അത്രയേ ഉള്ളൂ ഡിക്ഷണറി മീനിങ്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മേളം കണ്ടിരിക്കുകയാണ്, അതല്ല. പിന്നെന്താ? ആ ഔന്നത്യത്തിൽ നിന്ന്, ഈശ്വരീയമായ ഔന്നത്യത്തിൽ നിന്ന് നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വരിക, മനുഷ്യൻ്റെ ലെവലിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഗുണരഹിതനാണ് ഈശ്വരൻ. അപ്പോൾ ഗുണരഹിതനായ ഈശ്വരൻ, ഗുണാതീതനായ ഈശ്വരൻ മനുഷ്യന്മാരുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക. അതാണ് അവതാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മനസ്സിലായ? മുകളിൽ നിന്ന് താഴെ, തലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക, ഈശ്വരീയ തലത്തിൽ നിന്ന് നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക. അതാണ് അവതാരം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ രാമൻ അവതാര പുരുഷനായിരുന്നു. അവതാര പുരുഷനല്ലാതെ ഇത്രയും കൃത്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അവതാരങ്ങളെ കുറിച്ച് നമുക്കറിയാം, ഇല്ലയോ? എത്ര തരത്തിലുള്ള അവതാരങ്ങളുണ്ട്? 4 തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. ഏതൊക്കെയാ? ആവേശാവതാരം, യോഗാവതാരം, അംശാവതാരം, പൂർണ്ണാവതാരം. ഈ അവതാരങ്ങൾ 4 വിധമുണ്ടെങ്കിലും എല്ലാ അവതാരങ്ങളും എല്ലാ ശക്തിവിശേഷങ്ങളും ഉൾക്കൊണ്ടതാണ്. പക്ഷെ കാലത്തിനനുസൃതമായി
വന്നു പോകുന്നു എന്ന് മാത്രം. ഇപ്പം ആവേശാവതാരത്തിന് ഉദാഹരണം പറയാം നമുക്ക്. ആരാ? പ്രഹ്ലാദൻ രക്ഷിക്കാനായിട്ട് ഭഗവാൻ തൂണ് പിളർന്ന് വന്നില്ലേ നരസിംഹാവതാരമായിട്ട്. അപ്പോൾ ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നു, പ്രഹ്ലാദൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി, അല്ലെങ്കിൽ പ്രഹ്ലാദൻ്റെ വാക്ക് പാലിക്കാൻ, അല്ലെങ്കിൽ ഹിരണ്യകശിപനെ ഇല്ലാതാക്കാൻ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, അവനെ പിച്ചിക്കീറി. അതിനാണ് നരസിംഹമായിട്ട് പുറത്തു. അപ്പോൾ ആ അവതാരം ലക്ഷ്യം കഴിഞ്ഞു പോയി. അടുത്ത യോഗാവതാരം. യോഗാവതാരം എന്ന് പറയുന്നത് ധർമ്മത്തിന് ഹാനി സംഭവിക്കുമ്പോഴൊക്കെ തന്നെ ഭഗവാൻ അങ്ങ് അവതരിക്കുകയല്ല, പിന്നെന്ത് ചെയ്യും? അതിന് അധികാരത്തോടു കൂടി കുറച്ച് ആളുകളെ ഭൂമിയിലേക്ക് വിടും. അവരാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ ധർമ്മമാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത്. അങ്ങനെ ശ്രേണിയുള്ളവരാണ് നമ്മുടെ മഹാഗുരുക്കന്മാരായിട്ടുള്ള ആദിശങ്കരൻ അടക്കമുള്ള മഹത്തുക്കൾ. ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, ശ്രീനാരായണ ഗുരു, ഇങ്ങനെയൊക്കെയുള്ളവർ ഓരോരോ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിലെ ഉച്ചനീചത്വത്തെയും അനാചാരങ്ങളെയും അസമത്വത്തെയും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വിലക്ഷണാധികാരത്തോടുകൂടി ആര് വിട്ടതാ? ഭഗവാൻ വിട്ടതാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ രാമൻ അവതരിച്ചത് നമ്മളെ എന്ത് പഠിപ്പിക്കാനാണ്? അപ്പം അവതാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ ഈ അവതാരമാണെന്ന് എങ്ങനെ അറിയാം? ഞാൻ അവതാരമാണെന്ന് പറഞ്ഞ് നാളെ ഇവിടെ വന്നിരിക്കുക പൊട്ടും തൊട്ടുകൊണ്ട്. നിങ്ങൾ വിശ്വസിക്കുവോ? ചവിട്ടി എടുത്ത് ഊരക്കളയത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അവതാരം എന്ന് പറയുമ്പോൾ അവതാരത്തിന് 7 ഗുണങ്ങളുണ്ടായിരിക്കും. ജ്ഞാനം, കീർത്തി, ഐശ്വര്യം, വൈരാഗ്യം, സൃഷ്ടി, സ്ഥിതി, ലയം. ഈ 7 ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ഈ 7 ഗുണങ്ങൾ അവതാരത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ മഹായോഗികൾക്കും ഉണ്ട്. മുമ്പേ ഇങ്ങോട്ട് അയച്ചു വിട്ടെന്ന് പറഞ്ഞ കക്ഷികളില്ലേ, അവർക്കും ഈ കാര്യങ്ങളുണ്ട്. പക്ഷെ സൃഷ്ടി, സ്ഥിതി, ലയം അത് അവരാരും തന്നെ അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 7 ഭാവങ്ങൾ അവതാരത്തിനുണ്ടായിരിക്കും. അത് ആ ഭാവങ്ങളോട് കൂടിയ ആളായിരുന്നു രാമൻ. രാമായണത്തിലെ പല ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വെറുതെ വായിച്ചു പോകുകയല്ല ചെയ്യേണ്ടത്. സ്വാമി അവതാരമായിരുന്നോ? ക്ലിയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ സശ്രദ്ധം വായിച്ചിട്ട് ഈ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചു. ശരിയാണോ? ഐശ്വര്യം ഉണ്ടായിരുന്നു, രാമൻ ഐശ്വര്യവാനായിരുന്നു, കീർത്തിമാനായിരുന്നു, വൈരാഗിയായിരുന്നോ? മനസ്സിലായോ? സൃഷ്ടിക്കാൻ ശേഷിയുണ്ടായിരുന്നോ? പരിപാലിക്കാൻ കഴിയുന്ന ആളായിരുന്നോ? ഇതൊക്കെ സംഹരിക്കാൻ ശേഷിയുണ്ടായിരുന്നോ? ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ഇത് രാമനാണ്, ഇത് സത്യമാണ്, ഇത് ഈശ്വരനാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ. ആരാരും പറഞ്ഞ് വിശ്വസിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ആവേശാവതാരം, യോഗാവതാരം, അംശാവതാരത്തിൻ്റെ പട്ടികയിലാണ് രാമൻ വന്നത്. അംശാവതാരം നമ്മൾ സീരിയൽ കാണുന്നില്ലേ? സീരിയൽ കാണാറില്ലയോ? ഇല്ലയോ? അത്ഭുതമായിരിക്കുന്നു. അപ്പോൾ ഈ സീരിയൽ കാണുമ്പോൾ ഒരു 1.5 വർഷം നീണ്ടു നിൽക്കുന്ന സീരിയലുണ്ട്. നമ്മൾ ജനിച്ചപ്പം മുതൽ ഇപ്പോഴും തീരാത്ത സീരിയലുണ്ട്. 2 തരത്തിലുള്ള സീരിയലുണ്ട്. അപ്പോൾ അംശാവതാരത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരു ചെറിയ നോവലാണ്. അപ്പം ഇവിടെ രാമൻ അവതരിച്ച എന്തിനാ? രാവണ നിഗ്രഹം, രാക്ഷസന്മാരെ ഉന്മൂലനം ചെയ്യുക, എന്നിട്ട് സന്മാർഗികളായിട്ടുള്ള സദ്ഗുണസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കുക. ഇതാണ് രാമാവതാരത്തിൻ്റെ ലക്ഷ്യം. അപ്പം നമ്മളെ സത്യധർമാദികളിലേക്ക് കൊണ്ടുപോകാം. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചെമ്പായാലും കുറച്ച് നാൾ പുറത്ത് കിടന്നാൽ ക്ലാവ് പിടിക്കത്തില്ലേ? തേച്ച് മിനുക്കാതിരുന്നാൽ. അപ്പം നമ്മൾ തേച്ച് മിനുക്കാതിരിക്കുന്നവരാണ്. അപ്പം നമ്മളെ ഒന്ന് തേച്ച് മിനുക്കി നമ്മളെ വീണ്ടും നമ്മുടെ ഉണ്മയെ, നമ്മുടെ യഥാർത്ഥ സത്വത്തെ അറിയുവാൻ പ്രാപ്തരാക്കാനാണ് ഭഗവാൻ വരുന്നത്. അപ്പം ഇവിടെ അംശാവതാരത്തിൻ്റെ പട്ടികയിലാണ് ആര് വരുന്നത്? രാമൻ വരുന്നത്. എന്നുവെച്ചാൽ എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞു, മുമ്പ് നേരത്തെ പറഞ്ഞു, എല്ലാ അവതാരങ്ങൾക്കും എല്ലാ അധികാര ശക്തിയും ഉണ്ട്. പക്ഷെ ലക്ഷ്യത്തിനനുസൃതമായിട്ടാണ് അവതാരം കൈക്കൊള്ളുന്നത്. പൂർണ്ണാവതാരം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ശാസ്ത്രം പറയുന്നത് അതാണ്. പൂർണ്ണാവതാരം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മാത്രമാണ്. എന്തുകൊണ്ട്? ഭഗവാൻ ഒരു മെഗാ സീരിയലിൻ്റെ സന്നാഹമായിട്ടാണ് വന്നത്. ഒരേ സമയത്ത് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ, എണ്ണമറ്റ പ്രവർത്തനങ്ങൾ
ഭഗവാൻ കാഴ്ചവെച്ചിട്ടുണ്ട്. ഭാഗവതം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇല്ലേ? അപ്പോൾ വിവിധ ഉദ്ദേശത്തോടു കൂടി ദീർഘനാൾ ഭൂമിയിൽ വസിക്കുവാനുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് പൂർണ്ണാവതാരം വരുന്നത്. അപ്പോൾ ഈ പൂർണ്ണാവതാരത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ 7 ഭാവങ്ങൾ കൂടാതെ 16 കലകളൂടെ ഉണ്ടായിരിക്കും. ആ 16 കലകൾ ഏതൊക്കെയാണെന്നൂടെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഞാനത് പറയുന്നില്ല, സമയം ഇപ്പോൾ മറ്റദ്ദേഹം വരുത്തില്ലേ ഇപ്പം, അതുകൊണ്ട് അതിലേക്ക് കയറിയാൽ നമ്മൾ കുറച്ചുകൂടെ പോകും. അപ്പം ഈ 16 കലകളും അതുപോലെ തന്നെ 8 ഭാവങ്ങളും ഉണ്ടാകും. 16 കലകളുണ്ടാകും, കൂടാതെ 8 ഭാവങ്ങളുണ്ടാകും. അണിമ, മഹിമ, ഗരിമ, രഹിമ, ഈ ശബ്ദം വശത്തൊക്കെ പറഞ്ഞ് 8 ഭാവങ്ങളും ഉണ്ടാകും. ഇത് ഇത്രയും കൂടെ ചേരുമ്പോഴാണ് പൂർണ്ണാവതാരം എന്ന് പറയും. അത് പരിശോധിച്ച് നോക്കിയിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണാവതാരമാണെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ രാമായണം വായിക്കുമ്പോൾ ഈ പൂർണ്ണാവതാരത്തിൻ്റെ എല്ലാ മഹിമകളുമുള്ള രാമനെയാണ് നമ്മൾ കാണേണ്ടത്, അയോധ്യാധിപതിയായ രാമനെ അല്ല. അത് വെറും കഥ മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം രാമായണം വായിക്കുന്നതിനുള്ള ഗുണം എന്താ? മോക്ഷത്തിന് നമ്മൾ അർഹരാകും. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മോഹക്ഷയം. നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്ന എന്തിനാ? ജീവൻ മുക്തരാകാൻ വേണ്ടിയാണ്. അപ്പൊ ജനന മരണ ചക്രങ്ങളുടെ മൂലകാരണം വാസനകളാണ്. ആ വാസനകൾ കൊണ്ട് കലുഷിതമാകാത്ത കർമ്മബന്ധങ്ങളെയാണ് ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. ഗീത പറഞ്ഞു തരുന്നത് ഇതാ. അപ്പോ ഈ വാസനകളിൽ അടിപ്പെട്ടു പോകാതെ നമ്മൾ ഈശ്വരനെ അറിഞ്ഞ് ആരാധിച്ച് നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകുവാൻ നമുക്ക് ഓരോരുത്തരും കഴിയണം. അപ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടിയെന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പുണ്യം അനുസരിച്ച് നമ്മൾ ഓരോരോ ലോകങ്ങളിൽ പോകുമെന്നാണ് നമ്മുടെ പുരാണം പറയുന്നത്. പക്ഷെ നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാ? വൈകുണ്ഠത്തിലേക്ക് തന്നെ പോകണം. വൈകുണ്ഠത്തിലേക്ക് തന്നെ പോകണം. പരീക്ഷ എഴുതുക, റാങ്ക് വാങ്ങിച്ച് ജയിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ജസ്റ്റ് പാസ് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. റാങ്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും നമുക്കും റാങ്ക് കിട്ടും. അപ്പം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നമുക്കും റാങ്ക് കിട്ടും, നമുക്ക് മോക്ഷഗതി വരും. മോക്ഷഗതി ആകുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മുടെ മരണമൊക്കെ നമുക്ക് നേരത്തെ തന്നെ നിശ്ചയമുണ്ട്. നിശ്ചയമില്ലേ? നമ്മുടെ സന്യാസി വരെയൊക്കെ നോക്ക്, കൃത്യമായിട്ടല്ലേ അവർ ദേഹം പിടിഞ്ഞത്? രാമനെ കണ്ടുകൊണ്ട് തന്നെ എത്ര മഹർഷിമാർ ദേഹം പിടിഞ്ഞു? ശരഭംഗ മഹർഷിയുടെ കഥ പഠിച്ചില്ലേ? ഇല്ലേ? പഠിച്ചില്ലേ? അപ്പോൾ ആ ശരഭംഗ മഹർഷി രാമനെ കണ്ടുകൊണ്ടാണ് ദഹിപ്പിച്ചത്, ശരീരത്തെ ദഹിപ്പിച്ചത്. ശബരി മാതാവ് ശരീരം പിടിഞ്ഞത് രാമനെ കണ്ടുകൊണ്ടാണ്. നീ ആരെയും കാണണ്ട, തീർന്നു. നേടേണ്ടത് നേടി. അങ്ങനെയാണ് അവർ ജീവനെ ഭഗവാനിലേക്ക് എത്തിച്ചത്, രാമപാദങ്ങളിൽ എത്തിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ കെൽപ്പുള്ളതാണ് രാമായണം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാമായണത്തെ അതിൻ്റെ അർത്ഥത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം, മനനം ചെയ്യണം, നമ്മുടെ ജീവിതത്തെ അതേപോലെ മാറ്റിയിരിക്കണം. എനിക്കിപ്പോൾ ഒരു അസുഖം വന്നു, ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ടേബിളിൽ കിടക്കാതെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ ഡോക്ടർക്ക്? പറ്റുമോ? അപ്പൊ ഇവിടെ നമ്മുടെ രോഗത്തിൽ നിന്ന്, ഭവരോഗത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനുള്ള ഉപാധിയാണ് രാമായണം. അപ്പൊ ആ രാമായണത്തെ അത്തരത്തിൽ കാണണം. എൻ്റെ രോഗം മാറുവാനുള്ള ഉപാധിയാണ്. ഞാനൊരു ഡോക്ടറെ കണ്ടു, മരുന്ന് കുറിച്ച് തന്നു, ഞാനത് മേശപ്പുറത്ത് കൊണ്ടുവച്ചു, മരുന്ന് കഴിക്കുന്നില്ല. വല്ല കാര്യമുണ്ട്? ഒരു കാര്യം. ഇനി മരുന്ന് കഴിച്ചു, പഥ്യം നോക്കിയില്ല, അവിടെയും ഗുണമുണ്ടോ? അവിടെയും ഗുണമില്ല. അപ്പം നമുക്ക് ഗുണമില്ലാത്തതിൻ്റെ കാരണം ഇതാണ്. അപ്പം രാമനെ അറിയുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല, രാമൻ്റെ മാർഗത്തിൽ ചലിക്കുവാനും നമ്മൾ കഴിയുന്നില്ല. നമ്മൾ രാമ 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 എന്ന് പറയുന്നു, ഇത്രയേ ഉള്ളൂ. അതും ഒരു പുണ്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത്രയെങ്കിലും പറയാൻ നാവ് ഉണ്ടായല്ലോ. ഇന്നിവിടെ നമ്മുടെ എത്രയോ മഹത്തുക്കളുണ്ട്. എത്ര പേർക്ക് ഇവിടെ വരാൻ സാധിച്ചു? അപ്പം അതിന് യോഗമില്ല. അപ്പം യോഗമുള്ളവർക്ക് മാത്രമാണ് ഈ സന്നിധിയിൽ വരുവാനും രാമകഥ ശ്രവിക്കുവാനും അർഹതയുള്ളത്. ആ അർഹത സമ്പാദ്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്നത്.
ഇല്ലാത്തവർ വരാത്തതിന് നമുക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ല. അവർക്ക് ആ അർഹതയുള്ളപ്പോൾ അവരിനകത്ത് ഇവിടെ വന്നിരിക്കും. അതുപോട്ടെ. അപ്പം കഥാപാത്രങ്ങൾ പ്രതിദാനം ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതുമായ മൂല്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആ കഥകളുടെ പുറകെ പോവുകയല്ല വേണ്ടത്. രാമൻ എത്ര പേരെ വധിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ആ വധിച്ചതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഭാര്യയെ വധിച്ചു എന്തിന്? അപ്പം ആ തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം കഥകളൊക്കെ നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലേ? നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് കഥകൾ. കഥയിലെ സത്ത്, അതിൻ്റെ മൂല്യമാണ് നാം മനസ്സിലാക്കേണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ. അപ്പോൾ രാമായണമോ മറ്റു പുണ്യഗ്രന്ഥങ്ങളോ അതുപോലെയുള്ള നമ്മുടെ മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ശ്രദ്ധയാണ്. അപ്പോൾ ആ ശ്രദ്ധയിലൂടെ മാത്രമേ അവിടുത്തെ മഹത്തത്വം, രാമൻ്റെ മഹത്തത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ശുദ്ധതത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ സാധിക്കില്ല. യാന്ത്രികമായി വായിച്ചതുകൊണ്ട് യാതൊരു കാര്യവും അവിടെ ഇല്ല എന്നുള്ളത് മാത്രം നമ്മൾ ഓർക്കുക. അപ്പം ധർമ്മോദ്ധാരണത്തിനായി ഈശ്വരൻ സാകാരനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനുഷ്യൻ്റെ രീതിയിലാണ് പെരുമാറുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സീതയെ കട്ടുകൊണ്ട് പോയപ്പോൾ രാമൻ അലമുറയിട്ട് കരഞ്ഞു, അല്ലേ? അപ്പം രാമതത്വം അറിയാൻ വയ്യാത്ത ഒരാൾക്ക് അയ്യോ ഇതാണോ രാമൻ? ഒരു രാവണൻ്റെ കയ്യിൽ നിന്ന് സീതയെ പോലും രക്ഷിക്കാൻ കഴിയാതിരുന്ന ആളാണോ രാമൻ? അല്ലെങ്കിൽ ഈ വിഷമം സഹിക്കാൻ കഴിയാത്ത ഒരാളാണോ രാമൻ? ചിന്തിച്ചു പോയില്ലേ? രാമൻ എങ്ങനെയാണ് വന്നത്? രാമൻ എവിടെ? ആ ഈശ്വരീയ തലത്തിൽ നിന്ന് ഏത് തലത്തിലേക്കാണ് വന്നത്? മനുഷ്യൻ്റെ തലത്തിലേക്കാണ് വന്നത്. അപ്പം മനുഷ്യൻ്റെ തലത്തിലേക്ക് വന്നത് എന്തിനാണ്? ആചരിച്ച് കാണിച്ചു കൊടുക്കാനാണ്. ആചരിച്ച് കാണിച്ചു കൊടുക്കാനാണ്. നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിലൂടെ പഠിപ്പിച്ചു, ആചരിച്ച് കാണിച്ചു. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം കാപട്യമാണ്. അപ്പം സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചിവിടെ, അല്ലേ? സീതയുടെ വേർപാടിൽ സീതയോടുള്ള സ്നേഹം, അപരിമേയമായ സ്നേഹം രാമൻ പ്രകടിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്തത്. സീതാപഹരണത്തിന് മുന്നേ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു സീതയോട്, മറിഞ്ഞിരുന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഓർക്കുന്നില്ലേ? രാവണൻ വരുമെന്നും സീതാപഹരണം നടക്കുമെന്നും ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ പിന്നെ ഭാഗവക്കാകുവാൻ തയ്യാറായിക്കൊള്ളൂ, അഗ്നിമണ്ഡലത്തിൽ ഒളിച്ചോളൂ, എന്നിട്ട് മായാസീതയെ മാത്രം വിട്ടുകൊടുത്താൽ മതി. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്കറിയാവുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ രീതിയിൽ പെരുമാറി നമ്മളെ ധാർമ്മികതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് രാമൻ ഈ സന്തോഷവും സന്താപവും എല്ലാം നമുക്ക് പകർന്നു തന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാമനൊരു കേവല മനുഷ്യനാണെന്നുള്ള തോന്നൽ പോലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. കാര്യം എന്താ? രാമൻ്റെ ഇച്ഛയില്ലാതെ ഒരു ഇല പോലും ചലിക്കില്ല. ഈശ്വര സങ്കല്പമില്ലാതെ ഒരില പോലും ചലിക്കില്ല. ഞാനിന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സങ്കല്പമുണ്ട്. എന്നെ ശ്രീകുമാർ സാറ് അവസാന നിമിഷത്തിൽ വിളിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സങ്കല്പമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വരണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സങ്കല്പമുണ്ട് എന്ന് മനസ്സിലാക്കുക. വെറുതെ വന്നതല്ല. അപ്പോൾ ഈശ്വര സങ്കല്പമില്ലാതെ ഒരില പോലും ചലിക്കില്ല. സാറേ സമയമാകുമ്പോൾ പറയണേ, നിർത്തിയേക്കാം. അപ്പോൾ രാമൻ എങ്ങനെയുള്ള ആളാണ്? രമിപ്പിക്കുന്നവനാണ് രാമൻ. രാമൻ അപ്പോൾ രമിപ്പിക്കുന്നവനാണ് രാമൻ. രമിപ്പിക്കുന്നവനാണ് രാമൻ. ആ രാമനെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടത്. അപ്പോൾ ആകർഷിക്കുന്ന തത്വമാണ് രാമൻ. രമിപ്പിക്കുന്നവനാണ് രാമൻ. ഈ ആകർഷണമാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഈ ആകർഷണമാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. അതാണ് രാമതത്വം. അപ്പോൾ രാമതത്വം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണം. രമിപ്പിക്കുന്നവനാണ് രാമൻ. ആകർഷിക്കുന്ന തത്വമാണ് രാമൻ. ഈ ആകർഷണമാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം. ഇതാണ് രാമതത്വം. അതാണ് രാമനില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. രാമനില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്.
ഇനി രാമകഥയുടെ അന്തരാർത്ഥത്തിലേക്കൊന്ന് വരാം. 5 മിനിറ്റ് കൊള്ളുന്നില്ലേ പറഞ്ഞു. അപ്പം അതിനോടകം ഇത് അവസാനിപ്പിക്കണം. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. എങ്കിലും അതിനെ വളരെ ക്യാപ്സൂൾ പരുവത്തിൽ ഒന്ന് പറഞ്ഞേക്കാം. എന്താണ് രാമകഥയുടെ അന്തരാർത്ഥം? 1, അന്തര്യാമിയാണ് രാമൻ. എന്താ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അന്തര്യാമിയാണ്. മനസ്സിലായി? നമ്മുടെ അന്തരംഗത്തിൽ വസിക്കുന്നവനാണ് രാമൻ. ഈ തത്വമാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അവിടുന്ന് ഓരോ വ്യക്തിയിലുമുള്ള ആത്മാരാമനാണ്. ഓരോ വ്യക്തിയിലുമുള്ള ആത്മാരാമനാണ്. എന്നാൽ നിത്യാനന്ദത്തിൻ്റെ ഉറവിടമാണ്. നമുക്ക് ആനന്ദം ഉണ്ടാകാൻ കാരണം എന്താ? നമ്മളിൽ ഈ ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ആരെങ്കിലും ദുഃഖം ആഗ്രഹിക്കുന്നോ? ഇല്ല. നമ്മുടെ സ്വഭാവമാണ്. സ്വഭാവം, നമ്മുടെ സ്വന്തം ഭാവം. ആനന്ദമാണ് നമ്മുടെ ഭാവം, ആനന്ദമാണ് നമ്മുടെ പ്രകൃതം. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വഭാവം. അപ്പം നമ്മുടെ ഭാവം എന്താണ്? ആനന്ദമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആനന്ദവാന്മാരായിരിക്കുന്നത്? നമ്മൾ ആരുടെ അംശമാണ്? ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായതുകൊണ്ടാണ് നമ്മൾ സദാ ആനന്ദചിത്തരായിരിക്കുന്നത്. ആനന്ദം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് നിത്യാനന്ദത്തിൻ്റെ ഉറവിടമാണ് രാമൻ എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി മൂന്നാമത്തെ രാമകഥയുടെ അന്തരാർത്ഥം എന്താണ്? ഈശ്വരനെ അറിയുവാനും അനുഭവിക്കുവാനും ശ്രമിക്കണം. അതാണ് സന്യാസിമാരുടെ കഥകളിലൂടെ പോകുമ്പോൾ തുടക്കം മുതൽ നമുക്ക് അവസാനം വരെ ഉള്ള സന്യാസി വൃന്ദങ്ങളുടെ കഥകളിലൂടെ പോകുമ്പോൾ, രാമായണത്തിലെ കഥകളിലൂടെ പോകുമ്പോൾ അവരിൽ നമ്മൾ പഠിക്കുന്നത് ഈശ്വരനെ അറിയുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മളിൽ ഭക്തി വളരുകയുള്ളൂ. നമ്മളിൽ ഭക്തി വളർന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരനിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഭക്തി നമ്മളെ പ്രേമത്തിലേക്ക് നയിക്കും. ആ പ്രേമം നമ്മളെ ത്യാഗത്തിലേക്കും, ത്യാഗം നമ്മളെ മോക്ഷത്തിലേക്കും നയിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ മാത്രമേ നമ്മളിലുള്ള ആത്മചൈതന്യത്തെ ബോധ്യപ്പെടുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മളിലുള്ള ആത്മചൈതന്യത്തെ പ്രോജ്വലിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളിൽ ഭക്തി വളർത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മചൈതന്യം ഉണ്ടല്ലോ, അതിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? കനൽ മൂടിക്കിടക്കുന്ന ചാരം മൂടിക്കിടക്കുന്ന കനൽ പോലെയാണ്. ചാരത്തിനടിയിൽ കനലുണ്ട്, പക്ഷെ ആ സത്യം നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ആ കനൽ ജ്വലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചാരം മാറ്റണം. അപ്പോൾ കനൽ ജ്വലിക്കും. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയെ ഉണർത്തിയെടുക്കണമെങ്കിൽ നിരന്തരമായ സാധനയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിന് ഉള്ളിലുള്ള മാലിന്യങ്ങളെയെല്ലാം മാറ്റി, അഹങ്കാരങ്ങളെല്ലാം മാറി നമ്മുടെ യഥാർത്ഥ ഉണ്മയെ നമുക്ക് പ്രചോദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ എന്തുണ്ടാവും? നമുക്ക് ശാന്തിയും ആനന്ദവും ഉണ്ടാകും. അങ്ങനെ ശാന്തിയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകുമ്പോഴാണ് രാമരാജ്യം എന്ന സങ്കല്പം ഇവിടെ ഉണ്ടാകുന്നത്. രാമരാജ്യം. അപ്പോൾ രാമരാജ്യം എന്നൊരു സങ്കല്പം പ്രാബല്യത്തിൽ വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 പാഠങ്ങൾ, ഇതിനെ അധികരിച്ച് പറയുമ്പോൾ 2 പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നിസ്സംഗത്വത്തിൻ്റെ മൂല്യം. ഓരോ ജീവിയിലുമുള്ള ഈശ്വരൻ്റെ അസ്തിത്വം. അപ്പം നിസ്സംഗത്വത്തിൻ്റെ മൂല്യവും ഓരോ ജീവിയിലുമുള്ള ഈശ്വരൻ്റെ അസ്തിത്വത്തെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നിസ്സംഗത്വം ഉള്ളത് കൊണ്ടാണ് രാമന് ഒരു വിഷമവും ഇല്ലാതെ എങ്ങോട്ട് പോയത്? കാട്ടിലേക്ക് പോകുവാൻ കഴിഞ്ഞത്. എന്തിനേയും വലിച്ചെറിയുവാൻ സാധിച്ചത്. ഒട്ടലില്ല, ഒന്നിനോടും ഒട്ടലില്ല. ആ ഒട്ടലുണ്ടായിരുന്നെങ്കിൽ രാമന് പോകാൻ കഴിയുമായിരുന്നില്ല. മനസ്സിലായോ? ഓരോ ജീവിയിലുമുള്ള ആ നിസ്സംഗത്വത്തിൻ്റെ ഗുണം കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിസ്സംഗത്വം, ഈശ്വരവിശ്വാസവും നിസ്സംഗത്വവും നമ്മളെ മോക്ഷത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, താക്കോലാണ്. നിസ്സംഗത്വവും ഈശ്വരവിശ്വാസവും ഇത് മനസ്സിലാക്കണം. അപ്പോൾ ലോകത്തിൽ ജീവിക്കുക, ലോകത്തിൻ്റെതായി ജീവിക്കരുത്. ഈ തത്വമാണ് നമ്മൾ രാമായണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ ജീവിക്കുക, ലോകത്തിൻ്റെതായി ജീവിക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കള്ള് കുടിച്ചോളൂ, പക്ഷേ കള്ള് നമ്മളെ കുടിക്കരുത്.
മനസ്സിലായോ? അപ്പം ലോകത്തിൽ ജീവിക്കുക പിന്നെന്താ, പക്ഷെ ലോകത്തിൻ്റെതായി ജീവിക്കുവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാമായണത്തിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കാരണം സനാതനധർമ്മമാണ് രാമകഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തത്വം. ഈ സനാതനമെന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ സനാതനധർമ്മം അനുഷ്ഠിക്കുവാൻ നാം ഓരോരുത്തരും എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിച്ചിരിക്കണമെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് സനാതനധർമ്മത്തെക്കുറിച്ച് പറയുകയല്ലാതെ അത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ഇതിന് അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരോടും എന്നെ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഭഗവാന്റെ നാമധേയത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യണമെന്ന പ്രാർത്ഥനയോടുകൂടി സായിരാം.